ഹായ് മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇന്ന് മോർണിംഗ് റൊട്ടീനായിട്ട് തന്നെ വന്നിട്ട് മോർണിംഗ് ടു ഈവനിങ് വരെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഇനി ചെറുപയർ വെച്ചിട്ടുള്ള ഒരു കറിയാണ് മോർണിംഗ് ഉണ്ടാക്കുന്നത്. രാവിലെ ദോശയും ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് തിരക്കേറിയ ദിവസം തന്നെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മക്കളെ സ്കൂളിലെ ആനുവൽ ഡേ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അങ്ങനെ നമ്മൾ ചെറുപയർ അടുപ്പത്ത് വെച്ചു, ദോശക്കുള്ള അരിയൊക്കെ അരച്ചു. അപ്പോൾ ഇതിൻ്റെ കൂട്ടൊക്കെ ആദ്യം തന്നെ അറിയാമല്ലോ. അങ്ങനെ തീയൊക്കെ കത്തിച്ചു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉച്ചക്കുള്ള ചോറൊക്കെ റെഡിയാക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ 3 അടുപ്പ് അങ്ങ് ഗ്യാസ് സ്റ്റൗ കത്തിച്ചു. അപ്പോൾ ചായയൊക്കെ വെച്ച് ചെറുപയർ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അടുത്ത ദോശക്കുള്ള ഓടുണ്ടല്ലോ, അത് എടുത്ത് നമുക്ക് അടുപ്പത്ത് വെക്കാം. അങ്ങനെ അത് ചൂടായി വന്നു. ദോശക്കുള്ള അരി ഒഴിച്ചിട്ട് ദോശ അതാ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് കറക്റ്റ് ഷേപ്പൊക്കെ കിട്ടും. അങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചു, മൂടി വെച്ചാൽ നല്ല സോഫ്റ്റൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൂടി വയ്ക്കുന്നത്. അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാം. അങ്ങനെ നമ്മൾ ദോശ റെഡിയാവും ഗൈസ്. അപ്പം നമ്മൾ ഒരു ഭാഗം മറിച്ചിട്ടിട്ടുള്ളൂ. ഞാൻ ഈ ദോശ വേകുന്ന സമയത്ത് ഞാൻ ഒരു സ്റ്റോറി പറയാം. എൻ്റെ റിയൽ ലൈഫിൽ ഉള്ളതാണ്. അപ്പം ഞാൻ വന്നിട്ട് കുറേ വീട്ടിൽ ഇവിടെ ഞാൻ വന്നതാണല്ലോ. എൻ്റെ റിലേറ്റീവ് ആരുമില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ നമ്മൾ പണിയൊക്കെ എത്ര നമ്മൾ വീട്ടിലത്തെ ജോലി ചെയ്താലും ഒരു സമയമുണ്ടല്ലോ. ആ പരിധി കഴിഞ്ഞാൽ നമുക്ക് ആ പണിയൊക്കെ തീരുന്ന സമയത്ത് നമ്മളിങ്ങനെ വെറുതെ ഫോണും കണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബിസിനസ്സോ എന്തെങ്കിലും ഒരു പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഇതില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പോകാനുള്ള ധൈര്യമൊക്കെ ഇല്ലാണ്ടല്ല, പോകണം, ധൈര്യമൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് വീട്ടിലെത്തണോ, അങ്ങനത്തെ ഒരു ജോബ് എന്തായാലും നമുക്ക് റെഡിയാവില്ല. അങ്ങനെ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് ഈ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എത്രയോ പേര് ഇതേപോലെ ആലോചിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ചെയ്യണോ, എന്തെങ്കിലും ഒരു ഇതാക്കണം. പിന്നെ കുറേ ആൾക്കാർ നാട്ടാർ പേടിച്ചിട്ടും മറ്റുള്ള നമ്മളെ അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഒരു ഇൻസ്റ്റാ ഐഡിയ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പേടിച്ചിട്ട് ഉള്ള കുറേ വീട്ടമ്മമാരുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ടേ. നിങ്ങൾ ആരാന്ന് ഇപ്പോൾ നിങ്ങൾ നല്ലത് ചെയ്താലും എന്ത് പറയുന്ന നല്ലത് ഓള് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾ നന്നായി വരുമെന്ന്. പക്ഷെ അതേ നമ്മൾ തെറ്റ് ചെയ്തപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലേ അവൾ അങ്ങനെയാണ് വരുമെന്ന്, അവൾ അങ്ങനത്തെ ഒരാളാണെന്നുള്ള സൊസൈറ്റി പറയുള്ളൂ. അപ്പം നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ആരാണെന്ന് നമുക്ക് മാത്രമേ നമ്മളെ ഫാമിലി മെമ്പറും നമ്മളെ ഹസ്ബൻഡും നമ്മളെ ഫാമിലി മെമ്പേഴ്സൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ അവർ എന്ത് പറയും ഇവർ പറയുന്നു. നമ്മളെ ജീവിതത്തിൽ നാളെ നമ്മൾ വീണ് കിടന്നാൽ ആരും വന്നിട്ട് നമ്മൾ കൈതന്ന് എണീച്ചോന്ന് പറയൂല. നമുക്ക് നമ്മളാണുള്ളത്, നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ട എല്ലാ കാര്യവും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തോ. മറ്റുള്ളവർക്ക് വേണ്ടി പേടിച്ച് നമ്മുടെ ജീവിതം ഒരു ജീവിതമേ ഉള്ളൂ. അപ്പോൾ അത് ജീവിക്കാണ്ട് നിർത്തിക്കല്ല. അങ്ങനെ ഞാൻ വന്നിട്ട് ആ സ്റ്റോറി പറയാൻ കാരണം എൻ്റെ ലൈഫിൽ കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഉച്ചക്കെല്ലാം റെഡിയായി ഗൈസ്. അപ്പം നമ്മൾ പറഞ്ഞ് എണ്ണ വെത്തി. അപ്പോൾ സത്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മീൻ കറിയാണ് എണ്ണ വയ്ക്കുന്നത്. അയില പൊരിച്ചു, അപ്പം മുളക് ഇട്ടു, മുരിങ്ങയും ചെമ്മീനിട്ടുള്ള പച്ചക്കറിയാണ് ഇന്ന് വെച്ചത്. നല്ല കുട്ടിയൊക്കെ ഇഷ്ടപ്പെടും. അപ്പം ഞാൻ പ്രത്യേകിച്ച് എന്തുണ്ടാക്കിയാലും കുട്ടികളൊക്കെ എല്ലാവർക്കും കഴിക്കണമല്ലോ. അങ്ങനെയാണ്. അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ഫുഡൊക്കെ റെഡിയാക്കി. ഉച്ചക്ക് രാവിലത്തെ ഒക്കെ റെഡിയായി. അങ്ങനെ റെഡിയായി നമ്മൾ ഇറങ്ങുന്നത്. അപ്പം റെഡിയാകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. എന്താണ് ഭയങ്കര തിരക്കാണ്. മക്കളുടെ സ്കൂൾ വണ്ടിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വണ്ടിയിൽ തന്നെ പോകുന്നു. സ്കൂളിലെ ഒരു അംഗമായിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കമ്മിറ്റിയിലൊരു അംഗമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടീച്ചറൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വേഗം വരണമെന്ന്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ കുട്ടിപ്പട്ടാളം ഒക്കെയാണ്. ഇതാണ് എൻ്റെ മക്കളെ സ്കൂൾ വണ്ടി. അപ്പോൾ കുറേ കുട്ടികൾക്ക് പാരൻസിൻ്റെ കൂടെ വരാനുള്ള താല്പര്യമുള്ള കുട്ടിയൊക്കെ അങ്ങനെ പേരൻസിൻ്റെ ഒപ്പം വന്നോളും എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് കുട്ടികളാണ് വണ്ടിയിലുണ്ടായത്. അങ്ങനെ നമ്മൾ വർക്കൊക്കെ തീർന്നിട്ടില്ല ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആനുവൽ ഡേ മാത്രമല്ല, അപ്പോൾ ഈ സ്കൂളിൽ ആദ്യം ചെറിയൊരു സ്റ്റേജാണ് ഉണ്ടായത്. അങ്ങനെ ഇന്ന് ഒരു സ്റ്റേജ് ഉദ്ഘാടനം കൂടിയാണ്. അങ്ങനെ സ്റ്റേജ് ഉദ്ഘാടനത്തിന് വന്നത് നമ്മൾ MLS MC-യാണ്. അപ്പോൾ അവർ അങ്ങ് തിരക്കേറിയ ആളാണല്ലോ. അപ്പോൾ വേറെ കൂടി അപ്പോയിൻമെൻ്റൊക്കെ ഉണ്ട് അവർക്ക്. ഓരങ്ങ് പോയി. അതിന് ശേഷമുള്ള കുട്ടികളുള്ള ഓരോരോ പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വേഗം പോകണമെന്ന് ടീച്ചറോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പരിപാടി തീരാനൊന്നും കാത്തില്ല. അത് എൻ്റെ മക്കളുടെ ഡാൻസാണ്. അപ്പോൾ അവർ ഡാൻസൊക്കെ കഴിഞ്ഞ വേഗം കുട്ടികളും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തലവേദനയാണ്. രാവിലെ പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മൾ വേഗം തന്നെ എത്തണമെന്നുള്ള പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ഗൈസ്.